നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്ന് മാലിന്യം ഒഴുകുന്നു. ശുചിമുറി മാലിന്യം പതിക്കുന്നത് മൂവാറ്റുപുഴയാറിൽ. നടപടി സ്വീകരിക്കുന്നില്ലെന്ന് വ്യാപാരികൾ. മൂവാറ്റുപുഴ PO ജംഗ്ഷനിലെ റോഡ് ചെളിക്കുളം. ദുരിതത്തിലായി വാഹനയാത്രക്കാർ. പൈപ്പ് തകർന്ന് രൂപപ്പെട്ട കുഴി ശാസ്ത്രീയമായി അടച്ചില്ലെന്ന് ആക്ഷേപം. CMRL കമ്പനിക്ക് കരിമണലെടുക്കാൻ അവസരമൊരുക്കി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാത്യു കുഴൽനാടൻ MLA. CBI അന്വേഷണം വന്നാൽ പിണറായി പ്രതിപ്പട്ടികയിൽ വരും. നഗരസഭ പൊതുശ്മശാനം തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നില്ല. നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. 6 ആഴ്ചയ്ക്കകം ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. മൂവാറ്റുപുഴയിൽ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളികളടക്കം 3 പേർ പിടിയിൽ. പുന്നോപ്പടി മസ്ജിദ് റോഡിൽ നിന്നും വാഴക്കുളം കാവല റോഡിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത്. കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത് മൂവാറ്റുപുഴ എക്സൈസ്. വാർത്തകൾ വിശദമായി. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ ശുചിമുറി മാലിന്യം റോഡിലൂടെ ഒഴുകുന്നു. PO ജംഗ്ഷനിലെ സത്രം കോംപ്ലക്സിൽ നിന്നടക്കമുള്ള ശുചിമുറി മാലിന്യമാണ് മൂവാറ്റുപുഴയാറിൽ പതിക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ ശുചിമുറി മാലിന്യം റോഡിലൂടെ ഒഴുകുന്നതായി പരാതി. PO ജംഗ്ഷനിലെ സത്രം കോംപ്ലക്സ്, ബ്ലഡ് ബാങ്ക് കോംപ്ലക്സ് എന്നിവിടങ്ങളിലെ ശുചിമുറിയിൽ നിന്നുള്ള പൈപ്പ് തകരാറിലായതോടെയാണ് ശുചിമുറി മാലിന്യം സമീപത്തെ ഓടയിലൂടെ ഒഴുകുന്നത്. പൈപ്പ് തകരുകയും മഴ ശക്തി പ്രാപിക്കുകയും ചെയ്തതോടെ ശുചിമുറി മാലിന്യം ഓടയിലൂടെ ഒഴുകി മൂവാറ്റുപുഴയാറിൽ പതിക്കുന്ന അവസ്ഥയിലാണ്. നഗരസഭയുടെ കീഴിലുള്ള ഈ 2 ഷോപ്പിംഗ് കോംപ്ലക്സിലായി 100-ലധികം സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. കെട്ടിടത്തിലെ ശുചിമുറിയുടെ ടാങ്കുകൾ സമയബന്ധിതമായി ശുചീകരിക്കാത്തതാണ് പൈപ്പ് തകരാനും റോഡിലൂടെ ഒഴുകാനും കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം കിട്ടിയിരുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കാണുന്ന ബ്ലഡ് ബാങ്ക് കോംപ്ലക്സ്, രണ്ടാമത് ഈ സത്രം കോംപ്ലക്സ്. ഈ 2 കോംപ്ലക്സിനും കൂടിയുള്ള ഏക ടോയ്ലറ്റ് എന്ന് പറയുന്ന ഈ ചുറ്റത്തോടെ കാണുന്ന 3 ടാങ്കുകളാണ്. ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഇത് സ്റ്റക്കായി നിൽക്കുകയാണെന്ന് ഉള്ള വിവരം നമ്മുടെ മുനിസിപ്പൽ അധികൃതരെ അറിയിച്ചിട്ട് 2 മാസം കഴിഞ്ഞു. ഈ ബിൽഡിങ്ങിൽ തന്നെ ഏകദേശം 10-50 സ്ത്രീ ജീവനക്കാരുണ്ട്. ഇവർക്കൊക്കെ ടോയ്ലറ്റിൽ പോകാനും അപ്പുറത്തെ ബ്ലഡ് ബാങ്ക് കോംപ്ലക്സിലെ സ്ത്രീകൾക്ക് പോകാനും ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ജെൻസ് ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റാണ്. ഇത് ഈ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഞാൻ വരുമ്പോൾ അതും നിറഞ്ഞ് കവിഞ്ഞ് പൊട്ടി ഒഴുകുന്ന ദൃശ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ മുനിസിപ്പൽ ചെയർമാൻ വിളിച്ച് പറയുകയും ഉടനെ തന്നെ നോക്കാമെന്ന് പറയുകയും ചെയ്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹെൽത്തിലെ ഒരു ഉദ്യോഗസ്ഥനും 2 വനിതാ ജീവനക്കാരും 2 ക്ലീനിങ് ജോലി ചെയ്യുന്ന 2 സഹോദരന്മാർ ഇവിടെ വന്നു. ഇത് കണ്ടു, അവരിട്ടിട്ട് പോയി. ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ 3 ദിവസമായി ഇത് പൊട്ടി ഒഴുകി ഈ റോഡിൽ കൂടി ആ ഓടയിൽ കൂടി നമ്മുടെ ലതാക്കടവിൽ ചെന്ന് ആ വെള്ളമാണ് താഴെ ചെന്ന് വാട്ടർ അതോറിറ്റി അടിച്ചു കലക്കി മൂവാറ്റുപുഴയിലെ ജനങ്ങൾക്ക് കുടിവെള്ളമായി കൊടുക്കുന്നത്. പകർച്ചവ്യാധികൾ വ്യാപകമായി പെരുകുന്ന സമയത്ത് ഈക്കോളിൻ ബാക്ടീരിയ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി തന്നെ കലക്കി മൂവാറ്റുപുഴയിലെ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ അടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നുമാണ് ആക്ഷേപം. 100 കണക്കിന് വനിതാ ജീവനക്കാരടക്കം ജോലി ചെയ്യുന്ന കോംപ്ലക്സിൽ ഇവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നടത്തുവാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ്. നഗരസഭയുടെ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം നടപ്പിലാക്കണമെന്നാണ് വ്യാപാരികളുടെയും ജീവനക്കാരുടെയും ആവശ്യം. മൂവാറ്റുപുഴ PO ജംഗ്ഷനിലെ റോഡ് ചെളിക്കുളമായതോടെ ദുരിതത്തിലായി വാഹനയാത്രക്കാർ. പൈപ്പ് തകർന്ന് രൂപപ്പെട്ട കുഴി ശാസ്ത്രീയമായി അടയ്ക്കുന്നതിന് പകരം മണ്ണ് മാത്രമിട്ട കുഴി മൂടിയതാണ് ഇപ്പോൾ വിനയായിരിക്കുന്നത്. മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ റോഡ് ചെളിക്കുളമായി മാറിയതോടെ യാത്രക്കാർ ദുരിതത്തിൽ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി റോഡ് തകർന്ന് ദിവസങ്ങളോളം റോഡ് കുഴിയായി കിടന്നതിനെ തുടർന്ന് ജനവിരുദ്ധ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം കുഴി മൂടിയത്. എന്നാൽ ശാസ്ത്രീയമായി കുഴി അടയ്ക്കുന്നതിന് പകരം വെറും മണ്ണ് മാത്രമിട്ട് കുഴി മൂടിയതാണ് ഇപ്പോൾ വിനയായിരിക്കുന്നത്. കാലവർഷം ശക്തമായതോടെ റോഡിലെ കുഴി മൂടുന്നതിനായി ഇട്ട മണ്ണ് ചെളിക്കളമായി മാറിയിരിക്കുകയാണ്. ദിവസേന 100 കണക്കിന് വാഹനങ്ങളും ജനറൽ ആശുപത്രിയിലേക്ക് രോഗികൾ അടക്കം സഞ്ചരിക്കുന്ന റോഡിലാണ് ഈ ദുരവസ്ഥ. ചെളിയിൽ താഴുന്ന വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുവാനും സാധ്യതയുണ്ട്.
ചെളിക്കുഴി റോഡിന്റെ നടുവിലായതിനാൽ ഗതാഗത തടസ്സവും ഉണ്ടാകുന്നുണ്ട്. നഗരത്തിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികളുടെ പേരിൽ ടാർ ചെയ്ത റോഡുകൾ കുഴിച്ച ശേഷം ശാസ്ത്രീയമായി കുഴി അടയ്ക്കാതെ മണ്ണിട്ട് മൂടുന്ന അധികൃതരുടെ നടപടി പതിവ് കാഴ്ചയായിരിക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കുന്ന റോഡാണ് വാട്ടർ അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ഏകോപനമില്ലായ്മ കാരണം തകരുന്നത്. യാത്രക്കാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന ഇത്തരം അനാസ്ഥകൾക്കെതിരെ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പ്രതിഷേധം ശക്തമാവുകയാണ്. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് റോഡിലെ അപകടാവസ്ഥ നീക്കണമെന്നാണ് നഗരവാസികളുടെ ആവശ്യം. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. CMRL കമ്പനിക്ക് കരിമണലെടുക്കാൻ അവസരമൊരുക്കി കൊടുത്തത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് മാത്യു കുഴൽനാടൻ MLA. CBI അന്വേഷണം വന്നാൽ പിണറായി പ്രതിപട്ടികയിലേക്ക് വരുമെന്നും MLA. കരിമണൽ കമ്പനിയെ സഹായിച്ചതും യഥാർത്ഥ സേവനം നൽകിയതും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് മാത്യു കുഴൽനാടൻ MLA. CBI അന്വേഷണം വന്നാൽ പിണറായി പ്രതിപട്ടികയിലേക്ക് വരുമെന്നും MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 3 ലക്ഷം രൂപയ്ക്കാണ് IT സൊല്യൂഷൻസ്, 5 ലക്ഷം രൂപയ്ക്ക് എന്താ? നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായി മനസ്സിലാക്കിയാൽ 2 കരാറാണല്ലോ. 2 കരാറിൽ ഒരു കരാറ് അവർ അവകാശപ്പെടുന്നത് സോഫ്റ്റ്വെയർ കൊടുത്തു എന്നുള്ളത്. ഇന്ന് വരെ കേരളം ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റ് പറയാം. 5 ലക്ഷം രൂപയ്ക്കുള്ള ഒരു കരാറുണ്ട്. ആ കരാറിൽ എന്താ പറഞ്ഞേക്കണേ? വീണ ഈസ് എ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇതുവരെ അവരങ്ങനെ ക്ലെയിം ഉണ്ടായിട്ടുണ്ടോ? കരിമണൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ട്, കരിമണലിൻ്റെ അന്താരാഷ്ട്ര മാർക്കറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് സെയിൽസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെർട്ടൈസ് വീണയ്ക്കുണ്ടെന്നുള്ളൊരു ക്ലെയിം ഉണ്ടോ? ആനുവൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കൊടുക്കുന്നതിനാന്ന് കൂട്ടിക്കോ, സോഫ്റ്റ്വെയർ കൊടുത്തെന്ന് കൂട്ടിക്കോ. വാട്ട് അബൌട്ട് ഇറ്റ് 5 lakhs? അതിൻ്റെ ആ കരാറിൽ പറഞ്ഞിരിക്കുന്നത് വീണ CMRLന്റെ മാനേജ്മെന്റ് കൺസൾട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞത്. സോ വാട്ട് സോർട്ട് ഓഫ് സർവീസ് ഷീ വിൽ ഗീവ്? അങ്ങനെ ഒരു ക്ലെയിമേ ഇല്ലല്ലോ. സോ ദിസ് ഈസ് അബ്സല്യൂട്ട് കറപ്ഷൻ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ED അന്വേഷണത്തിന് പിന്നാലെ ഒന്നുകിൽ വിജിലൻസ് അല്ലെങ്കിൽ CBI ആ അന്വേഷണം ഇതിന്റെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള അഴിമതിയെക്കുറിച്ച് നടക്കും. അഴിമതിയെക്കുറിച്ച് നടക്കുമ്പോൾ ഉറപ്പായും പിണറായി വിജയൻ പ്രതിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം CMRLന് ചെയ്തു കൊടുത്തിട്ടുള്ള, വഴിവിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പിണറായി വിജയന്റെ നേരിട്ടുള്ള ഇടപെടലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ED അന്വേഷണം പുരോഗമിക്കട്ടെ. ED സത്യസന്ധമായി അന്വേഷിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ T വീണയ്ക്ക് ED വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സമൻസ് അയക്കാനിരിക്കെയാണ് മാത്യു കുഴൽനാടൻ MLAയുടെ പ്രതികരണം. CPMന്റെ ഏറ്റവും വലിയ ഗതികേടാണ്. നിങ്ങൾ ഇതിനെ എത്രകാലം സംരക്ഷിക്കുന്നോ, എന്തുമാത്രം നിങ്ങൾ ഇതിനെ മൂടിവെക്കാൻ ശ്രമിക്കുന്നോ, എന്തുമാത്രം നിങ്ങൾ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നോ, അത്രയും CPMന്റെ തകർച്ച കേരളത്തിലുണ്ടാകും. ഇത്രയും വലിയ തകർച്ച ഉണ്ടായിട്ടും ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കാനും EDയെ തടയാനും EDയെ വണ്ടി തല്ലിപ്പൊളിക്കാനും നിൽക്കുന്ന സഖാക്കന്മാർ CPMനെ കുഴിച്ചു മൂടുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ പതനമായിരിക്കും. ഞാൻ അന്നേ പറഞ്ഞു, ഇത് വലിയ അഴിമതിയാണ്, വലിയ കൊള്ളയാണ്. ഞാൻ പറഞ്ഞു, ആദ്യം IT ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടന്നു, അതിന് പിന്നാലെ SFIയുടെ അന്വേഷണം നടന്നു, ഇപ്പോൾ EDയുടെ അന്വേഷണം നടക്കുന്നു. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഇതിന് പിന്നാലെ ഒന്നുകിൽ CBI അല്ലെങ്കിൽ വിജിലൻസ് അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം വരുമ്പോൾ പിണറായി വിജയന്റെ പേരും പിണറായി വിജയന്റെ ഇൻവോൾവ്മെന്റും മാസപ്പടി കേസിൽ എന്താണെന്ന് വരും. യഥാർത്ഥത്തിൽ ED റെയ്ഡ് നടത്തേണ്ടിയിരുന്നത് AKG സെന്ററിലാണ്. എന്തിന് AKG സെന്റർ വിലാസം വീണ നൽകിയെന്ന് ചോദിക്കാൻ ആർജവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കേരളത്തിലില്ല എന്നും MLA. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വഴിവിട്ട കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്. ആ എക്സാലോജിക് കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒറ്റയാളാണ്, സിംഗിൾ ഡയറക്ടറുള്ള കമ്പനിയാണ്. ആ സിംഗിൾ ഡയറക്ടർ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്. ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായി ഡയറക്ടറുടെ അഡ്രസ്സ് നൽകിയത് ഏതാണെന്നറിയോ? വീണ വിജയൻ അഡ്രസ്സ് നൽകിയത് AKG സെന്ററിന്റെയാണ്. ഒരു കമ്പനി വഴിവിട്ട കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ഡയറക്ടറുടെ നടപടി നിയമവിരുദ്ധമാണ് എങ്കിൽ റെയ്ഡ് നടക്കേണ്ടത് അവർ ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന ആ ഒരു അഡ്രസ്സിൽ കൂടിയാണ്. AKG സെൻട്രൽ റെയ്ഡ് നടത്തിയാലും സഖാക്കൾക്കൊന്നും പറയാൻ കഴിയില്ല. AKG സെൻട്രൽ റെയ്ഡ് നടന്നില്ല. എന്നാൽ ഇത്രയും സംഭവങ്ങളുണ്ടായി. എന്തിനാണ് AKG സെന്ററിന്റെ പേരിൽ കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡയറക്ടറുടെ അഡ്രസ്സ് എന്തിന് AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തു എന്ന് ചോദിക്കാൻ പോലും ത്രാണിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു സഖാവും ഇന്നും ആ പാർട്ടിയിലില്ല. മകൾ ചെയ്ത കാര്യങ്ങളുടെ ആഴവും പരപ്പും പിണറായിക്ക് അറിയാം.
അതിനാലാണ് എന്നെ പിണറായി വേട്ടയാടിയതെന്ന് കുഴൽനാടൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ ആദ്യമായി ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ പിണറായി വിജയന്റെ റെസ്പോൺസ് എന്തായിരുന്നു ഓർക്കല്ലേ? കേരളം മുഴുവൻ പല ആവർത്തി കേട്ടതാണ്. അദ്ദേഹം ചോദിച്ചു, മകളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അങ്ങ് കിടുങ്ങിപ്പോകുമോ എന്ന് വിചാരിച്ചെന്ന്. പിന്നീടത്തെ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മകളെ കുറിച്ച് ഞാൻ പരാമർശിച്ചപ്പോ ആ നിയമസഭയിൽ ഉണ്ടായിരുന്ന 140 പേരും കിടുങ്ങിയില്ല, പക്ഷെ അങ്ങ് മാത്രം കിടുങ്ങിയിരുന്നു. അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത് മകളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കിടുങ്ങിപ്പോകുമോ എന്ന്. ഈ മകൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ വ്യാപ്തിയും ആഴവും പരപ്പും ഏറ്റവും നന്നായി അറിയാവുന്ന വ്യക്തി പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ വേട്ടയാടിയത്, എനിക്കെതിരെ തിരിഞ്ഞത്, എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്, എന്റെ വാക്കുകൾ കേരളം കേൾക്കണമെന്ന് ആഗ്രഹിച്ചത്. എത്ര വട്ടം നിങ്ങൾ നിയമസഭയിൽ മൈക്ക് ഓഫ് ചെയ്തു, എത്ര വട്ടം നിങ്ങൾ പ്രസംഗം തടസ്സപ്പെടുത്തി. പക്ഷേ എത്ര തടയാൻ ശ്രമിച്ചാലും സത്യത്തെ തടുക്കാനും തടയാനും CPM-നല്ല ഒരു ശക്തിക്കും ലോകത്ത് കഴിയില്ല. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. 6 ആഴ്ചയ്ക്കകം ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. മൂവാറ്റുപുഴ നഗരസഭാ പൊതുശ്മശാനം തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. 6 ആഴ്ചയ്ക്കകം ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മൂവാറ്റുപുഴ പൊതുശ്മശാനം അറ്റകുറ്റപ്പണികളുടെ പേരിൽ അടിക്കടി അടച്ചിടുന്നതിനെതിരെ മൂവാറ്റുപുഴ വാഴപ്പിള്ളി സ്വദേശി MJ ഷാജി സമർപ്പിച്ച പരാതിയിലാണ് നടപടി. മാറാടി സ്വദേശിയുടെ മൃതദേഹം 3 പ്രാവശ്യം പുറത്തെടുത്ത് സംസ്കരിക്കേണ്ടി വന്നതായും പരാതിയിൽ പറയുന്നു. മൃതദേഹം സംസ്കരിക്കുന്ന സമയത്ത് യന്ത്രത്തിൽ തകരാറുണ്ടായതായും അത് പരിഹരിച്ച് മൃതദേഹം സംസ്കരിച്ചതായി നഗരസഭാ സെക്രട്ടറി റിപ്പോർട്ടിൽ പറഞ്ഞു. യന്ത്രത്തിൽ നിന്നും മൃതദേഹം പുറത്തിറക്കിയിട്ടില്ല. 15 വർഷം പഴക്കമുള്ള യന്ത്രങ്ങളാണ്. ദിവസേന 3ഓളം മൃതദേഹം സംസ്കരിക്കുന്നുണ്ടെന്നും യന്ത്രഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെന്നും മൃതദേഹത്തോട് അനാദരവ് കാണിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. നഗരസഭയിലെ ഒരു മുതിർന്ന എഞ്ചിനീയറെ നിയോഗിച്ച് പൊതുശ്മശാനം പരിശോധിക്കണമെന്ന് സെക്രട്ടറിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. ശ്മശാനത്തിന്റെ മോട്ടോർ ബിൽറ്റിന് സാങ്കേതിക തകരാറുണ്ടോ എന്നും പുകക്കുഴലിന് തകരാറുണ്ടോ എന്നും പരിശോധിക്കണം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന സമഗ്രമായ റിപ്പോർട്ട് നഗരസഭാ എഞ്ചിനീയർ സെക്രട്ടറിക്ക് കൈമാറണം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തകരാറുകൾ നഗരസഭാ സെക്രട്ടറി അടിയന്തരമായി പരിഹരിക്കണമെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി റോഡിലെ കുഴികൾ. മീങ്കുന്നം സെന്റ് ജോസഫ് പള്ളിക്ക് സമീപമുള്ള റോഡിലെ വളവിൽ ചെറുതും വലുതുമായ 7ഓളം കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ മീൻകുന്നം വളവിൽ യാത്രക്കാരുടെ ജീവന് ഭീഷണിയായി വൻ കുഴികൾ രൂപപ്പെട്ടു. മീൻകുന്നം സെന്റ് ജോസഫ് പള്ളിക്ക് സമീപമുള്ള കുത്തനെയുള്ള വളവിലാണ് റോഡിന്റെ നടുവിലായി ചെറുതും വലുതുമായ 7ഓളം കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ ശക്തമായതോടെ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ദൂരത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ കുഴികൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലാത്തത് അപകടത്തിന് ആക്കം കൂട്ടാൻ കാരണമാകും. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും എത്തുന്ന വാഹനങ്ങളാണ് ഈ അപകടക്കെണിയിൽ കൂടുതൽ പെടുന്നത്. വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിക്കുന്നത് ഇവിടെ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. കുഴികളിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ പെട്ടെന്ന് വശങ്ങളിലേക്ക് മാറ്റുന്നത് എതിർദിശയിൽ നിന്നും വരുന്ന മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാരാണ് ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത്. രാത്രികാലങ്ങളിൽ വെളിച്ചക്കുറവ് മൂലം കുഴികൾ തീരെ കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇവിടെ വലിയൊരു അപകടം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അധികൃതർ ഇടപെട്ട് അടിയന്തരമായി കുഴികൾ അടയ്ക്കണമെന്നാണ് നാട്ടുകാരുടെയും സ്ഥിരം യാത്രക്കാരുടെയും ആവശ്യം. മൂവാറ്റുപുഴയിൽ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളികളടക്കം 3 പേർ പിടിയിൽ. പുന്നോപ്പടി മസ്ജിദ് റോഡിൽ നിന്നും വാഴക്കുളം കാവന റോഡിൽ നിന്നുമാണ് കഞ്ചാവുമായി പ്രതികളെ മൂവാറ്റുപുഴ എക്സൈസ് പിടികൂടിയത്. മൂവാറ്റുപുഴയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളിയടക്കം 3 പേർ എക്സൈസ് പിടിയിൽ. ആസാം സ്വദേശി അബിദുർ റഹ്മാനെ പുന്നേപ്പടി മസ്ജിദ് റോഡിന് സമീപത്ത് നിന്ന് എക്സൈസ് പിടികൂടുകയായിരുന്നു. 6 ഗ്രാം കഞ്ചാവും സ്കൂട്ടറും പ്രതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. വാഴക്കുളം കാവന റോഡിൽ നിന്ന് 10 ഗ്രാം കഞ്ചാവുമായി ആലുവ സ്വദേശികളായ മുഹമ്മദ് സഹൽ, ഷാഹിൻ എന്നിവരെ മൂവാറ്റുപുഴ എക്സൈസ് പിടികൂടി. മൂവാറ്റുപുഴ എക്സൈസ് ഇൻസ്പെക്ടർ KS അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് മാത്യു കുഴൽനാടൻ MLA പര്യടനം നടത്തി. കിഴക്കേക്കര മണിയംകുളം കവലിൽ നിന്ന് ആരംഭിച്ച പര്യടനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KM അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ KA അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു.
നഗരസഭയിലെ എല്ലാ വാർഡുകളിലും മാത്യു കുഴൽനാടൻ MLAക്ക് സ്വീകരണം നൽകി. ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന കിഴകൊമ്പു ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. കിഴകൊമ്പു പിന്മറ്റം പാടശേഖരത്തിൽ ലയണൽ മെസ്സിയുടെ 23 അടി ഉയരമുള്ള കൂറ്റൻ കട്ടൗട്ട് ഉയർത്തി. പ്രായഭേദമില്ലാതെ 7ഉം 70ഉം വയസ്സുള്ളവർ ഒരുപോലെ ലോകകപ്പ് കാണാനുള്ള ആവേശത്തിലാണ്. ലോകകപ്പ് ഫുട്ബോൾ ആവേശം ലോകമെങ്ങും അലയടിക്കുമ്പോൾ കൂത്തട്ടുകുളത്തെ ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന കിഴക്കൊമ്പും ആവേശത്തിലാണ്. കിഴക്കൊമ്പിലെ അർജന്റീന ഫാൻസിന്റെ നേതൃത്വത്തിൽ കിഴക്കൊമ്പ് പിന്മറ്റം പാടശേഖരത്തിലാണ് പ്രിയതാരം ലയണൽ മെസ്സിയുടെ 23 അടി ഉയരമുള്ള കൂറ്റൻ കട്ടൗട്ട് ഉയർത്തിയിരിക്കുന്നത്. പ്രകൃതി ഭംഗി നിറഞ്ഞ പാടശേഖരത്തിന് നടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ കൂറ്റൻ കട്ടൗട്ട് ഇപ്പോൾ പ്രദേശത്തെ പ്രധാന ആകർഷണമായി മാറിയിരിക്കുകയാണ്. നാട്ടിൽ കളിയാരവങ്ങൾക്ക് യുവാക്കളുടെ പങ്കാളിത്തം കുറയുന്നു എന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഫുട്ബോളിനുള്ള ഭ്രാന്തമായ ആവേശം തെളിയിക്കുന്നതാണ് കിഴക്കൊമ്പിലെ കാഴ്ചകൾ. പ്രിയപ്പെട്ട താരത്തിന്റെ കട്ടൗട്ട് സ്ഥാപിക്കുന്നതിനായി നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾക്ക് പുറമെ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളായ സുഹൃത്തുക്കളും വലിയ തോതിൽ ധനസഹായം എത്തിച്ചു നൽകി. പ്രായഭേദമില്ലാതെ 7ഉം 70ഉം വയസ്സുള്ളവർ ഒരേപോലെ ലോകകപ്പ് കാണാനുള്ള ആവേശത്തിലാണ്. മുൻ വർഷങ്ങളിലും കിഴക്കൊമ്പും പരിസരങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളും അലങ്കാരങ്ങളും സ്ഥാപിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഇത്രയും വലിയൊരു കട്ടൗട്ട് ഉയർത്തുന്നത് ഇത് ആദ്യമായാണെന്ന് കായികപ്രേമികളായ എൽബിൻ രാജു, ജോസ് തോമസ്, സിജു ഏലിയാസ് എന്നിവർ പറഞ്ഞു. നമ്മുടെ കിഴക്കൊമ്പിലും വേൾഡ് കപ്പിൻ്റെ ആവേശം വന്നിരിക്കുകയാണ്. അപ്പോൾ പണ്ട് കാലത്തും എല്ലാം നമ്മൾ ഫ്ലെക്സുകൾ വയ്ക്കുക, കട്ടൗട്ട് വയ്ക്കുക കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാലും ഈ വർഷമാണ് കിഴക്കൊമ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു 23 അടി ഞങ്ങളുടെ അർജന്റീന ഫാൻസിൻ്റെ മെസ്സിയുടെ കട്ടൗട്ടാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ആവേശത്തിലാണ്. വേൾഡ് കപ്പിൻ്റെ ആവേശമാണ്. ഇത്തവണ ആൾക്കാർ കുറവാണ്, ആളുകൾ കുറവാണ്. നമ്മളൊരു 10 പേര് 15 പേരെ ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്താണിത്. ഈ തവണത്തെ വേൾഡ് കപ്പ് എന്തായാലും ഞങ്ങൾ തന്നെ അടിക്കുമെന്നാണ് ഞങ്ങൾക്കൊരു പ്രതീക്ഷ. എൻ്റെ ഒരു എന്താ പറയുക, ഒരു തുടക്കമല്ല, ഞങ്ങളുടെ ഒരു ആഘോഷമായിട്ട് കാണുന്നത്. ഇവിടെ പൊതുവെ ചെറുപ്പം മുതലേ എല്ലാ കുട്ടികളും ഈ ഗ്രന്ഥശാലയുടെ ഗ്രൗണ്ടിൽ പന്തുകളിയുമായി സജീവമായി നിന്നിരുന്ന കുട്ടികളാണ്. അതിൽ പലരും ഇന്ന് നമ്മുടെ നാട്ടിലില്ല. എല്ലാവരും വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് അവരവരുടെ സ്ഥലങ്ങളിലായിരിക്കുന്നു ആണ്. അതുകൊണ്ട് തന്നെ അവരാണ് മുൻകൈ എടുത്ത് ഇത്തരൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുള്ള ഫണ്ട് അവർ തരികയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് എൻ്റെ അറിവിൽ ഏറ്റവും വലിയ ഫ്ലെക്സ് ഇതാണ്. ഈ നാട്ടിൽ ആദ്യമായി വെച്ചേക്കുന്ന ഒരു ഫ്ലെക്സും ഇത് തന്നെയാണ്. മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ട് ഉയർന്നതോടെ ഗ്രാമത്തിൽ ഫുട്ബോൾ യുദ്ധത്തിന് ആവേശം കൂടിയിട്ടുണ്ട്. ബ്രസീൽ അടക്കമുള്ള മറ്റു ടീമുകളുടെ ആരാധകരും തങ്ങളുടെ പ്രിയ താരങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകളും കട്ടൗട്ടുകളും സ്ഥാപിക്കാനുള്ള തിരക്കിലാണ്. ഇതോടെ വരും ദിവസങ്ങളിൽ കിഴക്കൊമ്പ് പ്രദേശം ആവേശപൂരത്തിന് വേദിയാകും. കളി കാണാൻ പ്രാദേശിക ക്ലബ്ബായ പയനിയർ ക്ലബ്ബ് ഒരുങ്ങിക്കഴിഞ്ഞു. ഫുട്ബോൾ ആരാധകർക്ക് ഒരുമിച്ചിരുന്ന ലോകകപ്പ് മത്സരങ്ങൾ തത്സമയം ആസ്വദിക്കാനുള്ള സൗകര്യം ഇത്തവണയും കിഴക്കൊമ്പ് പയനിയർ ക്ലബ്ബിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ വലിയ സ്ക്രീനിൽ കളി കാണുവാനും ഒന്നിച്ച ആർപ്പ് വിളിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ക്ലബ്ബിൽ പൂർത്തിയായി വരുന്നു. ഗ്രാമീണ തനിമയെ ഫുട്ബോൾ ആവേശവും ഒന്നുചേരുന്ന കിഴക്കൊമ്പ് ഇനി വരും ദിവസങ്ങളിൽ ഉറക്കമില്ലാത്ത രാവുകൾക്കാകും സാക്ഷ്യം വഹിക്കുക. MCS Hospital, we take care of your health. വാഴക്കുളം കാലായിൽ റിട്ടയർഡ് അധ്യാപകൻ TV ജോസഫ് നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 11-ന് വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ. ഭാര്യ മേരി, പുറപ്പുഴ നാഗശ്ശേരിൽ കുടുംബാംഗം. മക്കൾ ബിനോളിൻ, ബിജോ, ബിനോജ്, ബിസ്റ്റോൾ. മരുമക്കൾ ചെറിയാൻ തോമസ്, സിനി, ജിഷ, ഫ്രാൻസിസ്. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.